പി എസ് സുനിൽ, ഇപ്പോൾ കേരളം ഒരു വലിയ പ്രതിഷേധത്തിൻ്റെ മുന്നിലേക്ക് പോവുകയാണ്. കേരളം വിൽപ്പനയ്ക്ക് എന്നാണ് ആ പ്രതിഷേധത്തിൻ്റെ ടാഗ് ലൈൻ. ചിന്താവാരികയുടെ കവർ പേജ് ആണെങ്കിലും ഇനി LDF മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് അദാനി വിഷയത്തിൽ, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിൽ, കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഈ 3 വിഷയങ്ങളിലും പ്രതിപക്ഷം സമരം ഘടിപ്പിക്കാൻ പോവുകയാണ്. മുനയിൽ നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞമാണ്. നമ്മുടെ അഭിമാനമാകേണ്ട പ്രോജക്റ്റാണ്. അത് അദാനി കൊള്ളയടിക്കുന്നു. ആ അദാനി കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുന്നു. എല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞാണ് മുഖ്യമന്ത്രി വകുപ്പ് തീരുമാനിച്ചതിലടക്കം ഇതിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചനയുണ്ട് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ശരിയാണോ? എല്ലാം ആസൂത്രിതമാണോ? നമുക്ക് അദാനി വിവാദം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് VS അച്യുതാനന്ദനെ മറക്കാൻ കഴിയില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണല്ലോ വിഴിഞ്ഞം തുറമുഖ കരാർ അത് അദാനിയുമായി നിലവിൽ വരുന്നത്. അങ്ങനെ ഒരു കരാർ നിലവിൽ വരുന്ന സമയത്ത് അന്ന് ഗൗതം അദാനി കേരളത്തിലെത്തുകയും അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദനുമായി ഗൗതം അദാനി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. അന്ന് VS അച്യുതാനന്ദനുമായി ഏതാണ്ട് അരമണിക്കൂറിലധികം സമയം ഗൗതം അദാനി പങ്കിടുകയും വിഴിഞ്ഞം തുറമുഖം വന്നാൽ എന്തൊക്കെ നേട്ടം കേരളത്തിനുണ്ടാകും എന്നൊക്കെ വളരെ വിശദമായി അദാനി പറയുകയും ചെയ്തു. അന്ന് അദാനി ഇതെല്ലാം പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് VS അച്യുതാനന്ദൻ അദാനിയോട് പറഞ്ഞു, വിഴിഞ്ഞം പോർട്ട് പറഞ്ഞത് വിഴിഞ്ഞം പോർട്ട് നോട്ട് ഗുഡ് ഫോർ പീപ്പിൾ, ഓൺലി ഗുഡ് ഫോർ അദാനി. അതാണ് VS പറഞ്ഞ എക്സാക്ട് വേർഡ് എന്ന് പറയുന്നത്. VSന് അറിയാവുന്ന ഇംഗ്ലീഷ് വെച്ച് കൃത്യമായ മെസ്സേജ് എന്ന് അദാനിക്ക് VS അച്യുതാനന്ദൻ നൽകി. പക്ഷേ നിർഭാഗ്യവശാൽ അദാനിയുമായുള്ള കരാർ യാഥാർത്ഥ്യമായി. അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആ കരാർ ഒപ്പുവെച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം അദാനി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അധിപനായി തുടർന്നു. ഇപ്പോൾ പുതിയ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നു. തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെ ഒരു ഓഹരി കൈമാറ്റം നടക്കുന്നത്. ആ ഓഹരി കൈമാറ്റത്തിന് ചട്ടപ്രകാരം ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും അദാനിയും തമ്മിലുണ്ടാക്കിയ കരാർ പ്രകാരം ഉള്ള വ്യവസ്ഥകൾ പാലിക്കാതെയാണ് MSC എന്ന് പറയുന്ന ഒരു ആഗോള ഷിപ്പിംഗ് കമ്പനിക്ക് അദാനിയുടെ 49% ഓഹരികൾ വിറ്റിരിക്കുന്നത്. അത് വിറ്റു എന്ന് സെബി അറിയിക്കുകയും ചെയ്തു. വളരെ കൃത്യമായി തന്നെ ഈ കരാറിൻ്റെ ക്ലോസ് 5.3.1 വളരെ കൃത്യമായി തന്നെ സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ ഇങ്ങനെയൊരു ഇടപാട് നടത്താൻ പാടില്ല എന്ന് കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. 25% കൂടുതൽ ഓഹരികൾ വിൽക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് മുൻകൂർ അനുമതി വാങ്ങണം. ആ അനുമതി വാങ്ങാതെ അദാനി ഇങ്ങനെയൊരു കരാറിന് പോയത്, ഇങ്ങനെയൊരു ഓഹരി വിൽപ്പനയിലേക്ക് പോയത്, ആ വിൽപ്പനയ്ക്കുള്ള തീരുമാനമെടുത്തത്, അതിനുള്ള കരാർ ഒപ്പുവെച്ചത് ഈ വിഴിഞ്ഞം തുറമുഖ കരാറിൻ്റെ ഒറിജിനൽ കരാറിൻ്റെ ലംഘനമാണ്. അതിനെതിരെ സംസ്ഥാന സർക്കാർ എന്ത് നടപടിയെടുക്കും? അതാണ് ഇവിടെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ അദാനിയുടെ നീക്കം ദുരൂഹമാകുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ടാണ് അദാനിയുടെ നീക്കം ഇവിടെ ദുരൂഹമാകുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ്, കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് മുൻപ് മെയ് 1-ാം തീയതി VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം അന്ന്. അത് തെരഞ്ഞെടുപ്പ് സമയത്താണെങ്കിൽ പോലും അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. സാങ്കേതികമായെങ്കിലും പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. MLA ആണ്. ഇങ്ങനെയുള്ള VD സതീശൻ ഒരു ചാർട്ടേഡ് വിമാനത്തിൽ മൂകാംബികയിലേക്ക് പോകുന്നു. ആ ചാർട്ടേഡ് വിമാനം അദാനി ഒരുക്കിയതാണ് എന്നതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. അപ്പോൾ സാഫ്രോൺ സ്ട്രോക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു വിമാന കമ്പനിയുടെ ആഡംബര ചാർട്ടേഡ് വിമാനത്തിൽ VD സതീശൻ മൂകാംബികയിലേക്ക് പോവുകയാണ്. ഏതാണ്ട് 25 ലക്ഷം രൂപ ചെലവ് വരും ആ വിമാനയാത്രയ്ക്ക്. ഒരു ദിവസമാണ് VD സതീശൻ ആ വിമാനം ഉപയോഗിച്ചത്. അപ്പോൾ ആ ചാർട്ടേഡ് വിമാനത്തിൽ എന്തിന് VD സതീശൻ മൂകാംബികയിലേക്ക് പോയി? ആരാണ് ഈ ചാർട്ടേഡ് വിമാനത്തിൻ്റെ പൈസ കൊടുത്തത്? 25 ലക്ഷം രൂപ. 25 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണോ VD സതീശൻ മൂകാംബികയിലേക്ക് പോയത്? ലോൺ എടുത്തിട്ടാണോ VD സതീശൻ ഈ ചാർട്ടേഡ് വിമാനത്തിൻ്റെ പണം കൊടുത്തത്? അല്ലെങ്കിൽ ആരാണ് ഈ പണം കൊടുത്തത്? പ്രതിപക്ഷ നേതാവിൻ്റെ ശമ്പളം എത്രയാണെന്ന് നമുക്കറിയാലോ. പ്രതിപക്ഷ നേതാവിൻ്റെ ശമ്പളം ഉപയോഗിച്ചുകൊണ്ട് 25 ലക്ഷം രൂപ ചാർട്ടേഡ് വിമാനത്തിന് നൽകിയിട്ട് മൂകാംബികയിലേക്ക് പോകാൻ ഏതായാലും VD സതീശന് സാധിക്കില്ലല്ലോ. അപ്പോൾ ആരാണ് VD സതീശന് 25 ലക്ഷം രൂപ നൽകിയത് ഈ ചാർട്ടേഡ് വിമാനത്തിന് പോകാൻ? കൃത്യമായ മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ 25 ലക്ഷം രൂപ നൽകി ചാർട്ടേഡ് വിമാനത്തിൽ മൂകാംബികയിലേക്ക് പോയ VD സതീശൻ അവിടെ കണ്ടത് അദാനിയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അദാനിയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ കണ്ട VD സതീശൻ പിന്നീട് തിരിച്ചു വരുന്നു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നു. VD സതീശൻ വലിയ സംഘർഷങ്ങൾക്കൊടുവിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയാകുന്നു. മുഖ്യമന്ത്രിയായ ശേഷം ഇതാ അദാനി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 49% ഓഹരി MSC കമ്പനിക്ക് വിൽക്കുകയാണ്.
സംസ്ഥാന സർക്കാരിനോട് മുൻകൂർ അനുമതി വേണം എന്നുള്ളൊരു വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട്. എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് നിയമസഭയിൽ വന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറയുകയാണ്. സർക്കാരിനോട് അനുമതി തേടിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ സർക്കാരിനോട് അനുമതി തേടിയില്ല എന്ന് വി.ഡി. സതീശൻ നിയമസഭയിൽ പറഞ്ഞു. ശരി തന്നെ. പക്ഷേ ഇപ്പോഴും ഞാൻ കരുതുന്നത് അങ്ങനെ ആയിരിക്കില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഹരികൾ അദാനി മറ്റൊരു കമ്പനിക്ക് വിൽക്കാൻ പോകുന്നു എന്നത് സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ സർക്കാരിലും ഈ കമ്പനിയിലുമൊക്കെ തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വിഷയം വരികയാണ്, ഇതുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അവിടെയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനിയുടെ വിസിലിൻ്റെ MD ആയിരുന്ന ദിവ്യ എസ് അയ്യരെ മാറ്റുന്നത്. അപ്പോൾ അവിടെ ദിവ്യ എസ് അയ്യരെ എന്തുകൊണ്ടാണ് മാറ്റിയതെന്ന ചോദ്യം ഇന്ന് പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആ ചോദ്യം ഉയർത്തുകയാണ്. എന്തുകൊണ്ടാണ് മാറ്റിയത്? ദിവ്യ എസ് അയ്യരെ മാറ്റിയത് അദാനിയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് എന്ന ആരോപണമാണ് ഇവിടെ പ്രതിപക്ഷം ഉയർത്തുന്നത്. അദാനിയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഈ MD സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റിയതിൽ തൃപ്തയല്ല, അതല്ലെങ്കിൽ അതിൽ അതൃപ്തിയാണ് എന്നൊക്കെ ദിവ്യ എസ് അയ്യർ എന്നൊക്കെയുള്ള റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു. അപ്പോൾ എന്തിനാണ് ദിവ്യ എസ് അയ്യരെ ഇതുപോലെ അധികാരത്തിൽ വന്നതിന് തൊട്ട് പിന്നാലെ ജൂൺ മാസം 2023 ഒക്ടോബറിലാണ് ദിവ്യ എസ് അയ്യരെ ഈ തുറമുഖത്തിൻ്റെ MD ആയി നിയമിക്കുന്നത്. 2026 ജൂൺ ആദ്യവാരത്തിൽ അവരെ MD സ്ഥാനത്ത് നിന്ന് നീക്കുന്നു. എന്തിനാണ് നീക്കിയത്? അദാനി പറഞ്ഞിട്ടാണോ അവരെ നീക്കിയത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. അപ്പോൾ അദാനിക്ക് വേണ്ടിയാണോ ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്? അദാനിയുടെ കാര്യം നമുക്കറിയാം. അദാനിയെ ദേശീയ തലത്തിൽ ഏറ്റവും ശക്തമായി എതിർക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അദാനിക്കെതിരെയുള്ള നീക്കത്തിൻ്റെ മുഖമാണ് ഇന്ന് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും രാഹുൽ ഗാന്ധി ഏറ്റവും ശക്തമായി ആക്രമിക്കുന്നത് അദാനിയാണ്. എന്തുകൊണ്ടാണ് അദാനി ആക്രമിക്കുന്നത്? അദാനിയാണ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടർ എന്നുള്ളതാണ്. അദാനിയും മോദിയും തമ്മിലുള്ള ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരം ആരോപണങ്ങൾ കോൺഗ്രസ് കൂടുതൽ ശക്തമാക്കി ഉയർത്തുന്നത്. അദാനിക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നു, അദാനിക്ക് വിമാനത്താവളങ്ങൾ നൽകുന്നു, അദാനിക്ക് എയർപോർട്ടുകൾ നൽകുന്നു, അദാനിക്ക് എല്ലാ ഇളവുകളും നൽകുന്നു. അങ്ങനെ അദാനിക്കെതിരെ വലിയ രാഷ്ട്രീയ പോരാട്ടം ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി നടത്തുമ്പോഴാണ് ഇവിടെ അദാനിക്ക് വേണ്ടി കുടപിടിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ 2015 തുടങ്ങിയത്. 2006 VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വിഴിഞ്ഞത്ത് ഇതുപോലൊരു വലിയ വാണിജ്യ തുറമുഖം ആരംഭിക്കണം എന്നത് സംബന്ധിച്ചൊരു ചർച്ചകൾ അന്നേ തുടങ്ങിയിരുന്നു. അന്ന് നിർമ്മാണത്തിനായി വന്ന ഒരു ചൈനീസ് കമ്പനിയാണ്. പക്ഷേ ഒരു ചൈനീസ് കമ്പനി ആയതുകൊണ്ട് അന്നത്തെ UPA സർക്കാർ അതിന് അനുമതി നൽകിയില്ല. അന്ന് പൊതുമേഖലയിൽ വിഴിഞ്ഞത്ത് തുറമുഖം നിർമ്മിക്കണം എന്നതായിരുന്നു CPIMൻ്റെ നിലപാട്. അന്ന് CPIM ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് തന്നെ തയ്യാറാക്കിയിരുന്നു. ആ ഡോക്യുമെൻറ്റിൽ വളരെ കൃത്യമായി വിഴിഞ്ഞത്ത് തുറമുഖം നിർമ്മിക്കേണ്ടത് ഒരു പൊതുമേഖലാ കമ്പനിയാണ് എന്ന് തീരുമാനിച്ചിരുന്നു. അത് ചൈനീസ് കമ്പനിയാണ് വന്നത്, വിദേശ കമ്പനി വരുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് അന്ന് വന്നത് ഒരു ചൈനീസ് കമ്പനിയായിരുന്നു. പക്ഷേ അന്നത്തെ UPA സർക്കാർ അതിന് അനുമതി നൽകിയില്ല. അതേ തുടർന്ന് ഇതിൻ്റെ നിർമ്മാണ പദ്ധതികളൊക്കെ തന്നെ നീണ്ടുപോയി. പിന്നീടാണ് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അദാനി വരുന്നത്. അദാനി വന്നപ്പോൾ എല്ലാ അനുമതികളും പെട്ടെന്ന് കിട്ടുന്നു. അപ്പോൾ എല്ലാം എളുപ്പമാകുന്നു. നരേന്ദ്രമോദിയുടെ ഏറ്റവും കൂട്ടുകാരനാണ് അദാനി എന്നുള്ള വിവരമാണല്ലോ നമുക്കെല്ലാവർക്കും അറിയാവുന്നത്. കോൺഗ്രസ് തന്നെയാണ് അത് ഏറ്റവും പ്രധാനമായും ഉന്നയിക്കുന്നത്. അപ്പോൾ അന്ന് എല്ലാ അനുമതിയും കിട്ടുന്നു. 2015 ഈ കരാർ ഒപ്പുവയ്ക്കുന്നു. 2017 CAG റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, അദാനിയുമായിട്ടുള്ള ഈ തുറമുഖ കരാർ കേരളത്തിന് നഷ്ടമാണ്, കേരളത്തിന് ഗുണകരമല്ല ഈ കരാറെന്ന് CAG തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 30,000 കോടി രൂപയാണ് ഈ കരാറിലൂടെ അദാനി നേട്ടമുണ്ടാക്കാൻ പോകുന്നത് എന്ന് CAG തന്നെ അന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അന്ന് മുതൽ അദാനിയുമായുള്ള വിഴിഞ്ഞം തുറമുഖ കരാർ കേരളത്തിന് ഗുണമല്ല എന്നത് വളരെ കൃത്യമാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം ഈ കരാറുമായി അദാനിയുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിനുമുണ്ടായി. നിർഭാഗ്യവശാൽ അദാനി AKG സെൻറ്ററിൽ വരെ കയറുന്ന സാഹചര്യവുമുണ്ടായി. ഉരുക്കുമുഷ്ടി കൊണ്ട് അദാനിയെ നേരിടേണ്ട ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. പക്ഷേ അതുണ്ടായില്ല എന്ന വിമർശനം കൂടി ഇവിടെ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയും. അപ്പോൾ ഇപ്പോഴെന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം? അദാനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നു എന്നിടത്താണ് പ്രശ്നം. അദാനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നു. അതെങ്ങനെയാണ് കിട്ടുന്നത്? വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഹരികൾ വിൽക്കാനുള്ള ധൈര്യം അത് സംസ്ഥാന സർക്കാരിനോട് ചോദിക്കണമെന്നിരിക്കെ അത് ചോദിക്കാതെ വിൽക്കാനുള്ള ധൈര്യം അദാനിക്ക് വന്നിരിക്കുന്നു എന്നിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധി വന്ന ശേഷം കേരളത്തിൽ ആദ്യം കണ്ടത്, കേരളത്തിൽ ആരെ മുഖ്യമന്ത്രിയാക്കണം എന്നത് സംബന്ധിച്ചുള്ള വലിയ പോരായിരുന്നല്ലോ, വലിയ ചർച്ചയായിരുന്നല്ലോ, വലിയ തമ്മിലടിയായിരുന്നല്ലോ. അന്നൊക്കെയാണ്, ആ കാലത്താണ്, ആ സമയത്താണ്
സമയത്താണ് വി ഡി സതീശൻ്റെ മൂകാംബിക യാത്രയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അന്ന് തന്നെ വി ഡി സതീശനും അദാനിയും തമ്മിലുള്ള ബന്ധം വളരെ കൃത്യമായി പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകളൊക്കെ തന്നെ അന്ന് വളരെ കൃത്യമായി പുറത്തു വന്നിരുന്നു. അല്ല, ഹൈക്കമാൻഡിന് മുന്നിൽ ആ വിവരങ്ങളൊക്കെ കിട്ടിയിരുന്നു. വി ഡി സതീശൻ അദാനിയുടെ ആളാണ് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങളൊക്കെ തന്നെ അന്ന് കോൺഗ്രസ് സംശയിച്ചിരുന്നു, ഹൈക്കമാൻഡ് സംശയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നത് അദാനി വഴിയാണ് എന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ ഉയർത്തിയത് കോൺഗ്രസിനകത്തു നിന്നുള്ളവർ തന്നെയാണ്. അവർ തന്നെ ഇക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അത് തടയാൻ ഹൈക്കമാൻഡിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അദാനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവസാനത്തെ തീരുമാനം ഹൈക്കമാൻഡിൻ്റെതായിരുന്നു. അതെങ്ങനെയാണ് അദാനി വഴിയാവുക എന്നത് ഹൈക്കമാൻഡ് സംശയിക്കുക. അത് ഹൈക്കമാൻഡ് പറയട്ടെ. ഏതായാലും ഇവിടെ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്നതിൽ എനിക്ക് വലിയ അത്ഭുതമുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയാണ് അദാനിക്കെതിരെയുള്ള വലിയ പോരാട്ടം നടത്തുന്നതെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഇങ്ങനെ അദാനിക്കെതിരെ വലിയ പോരാട്ടം ദേശീയ തലത്തിൽ നടത്തുമ്പോൾ, അദാനിയെ എല്ലാ നിമിഷവും വിമർശിച്ച് മുന്നോട്ട് പോകുമ്പോൾ, അദാനി ഈ രാജ്യത്തെ കൊള്ളയടിക്കുകയാണ്, രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, അദാനി BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് എന്നൊക്കെ രാഷ്ട്രീയമായി ആരോപിക്കുന്ന രാഹുൽ ഗാന്ധി, ആ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി അധികാരത്തിലുള്ള സംസ്ഥാനത്താണ് അദാനി ഇതുപോലൊരു ഗുരുതര ചട്ടലംഘനം നടത്തിയിരിക്കുന്നത്. ആ ചട്ടലംഘനത്തെ കാണാതെ ഈ സർക്കാരിന് മുന്നോട്ട് പോകാനാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. രാഹുൽ ഗാന്ധി വിദേശത്താണ്. 9-ാം തീയതി രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തും. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ പ്രതികരിക്കണം. അത് രാഹുൽ ഗാന്ധി പ്രതികരിക്കണം, നിലപാട് വ്യക്തമാക്കണം. ഇവിടെ അദാനിക്കെതിരെ ഒന്നും ചെയ്യേണ്ടതില്ല. അദാനിയാണ് എല്ലാം. അദാനിയെ കെട്ടിപ്പിടിക്കണം, അദാനിയെ ഉയർത്തിപ്പിടിക്കണം. ഇതാണ് നിലപാടെങ്കിൽ ഇത് ചട്ടലംഘനമല്ല എന്ന് സംസ്ഥാന സർക്കാരിന് വിധി എഴുതാം. അതേസമയം ഇതിൻ്റെ കരാർ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ ഇത് ചട്ടലംഘനം തന്നെയാണ്. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടിന് വിരുദ്ധമായി വി ഡി സതീശൻ ഇവിടെ ഒരു തീരുമാനമെടുക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം. ഏതായാലും ഇത് ആസൂത്രിതമായ നീക്കങ്ങളാണ് കേരളത്തിൽ അദാനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. Meet the editors.